നമ്മളൊന്ന് മീനില്ലാതെ മീൻ കറി വെക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കോവയ്ക്ക എടുത്തിട്ടുണ്ട്. കോവയ്ക്കയുടെ ഈ ഇങ്ങനെ പൊളന്നിട്ട് നമ്മളിങ്ങനെ അറ്റം വെടിവെക്കാതെ കൊണ്ട് പൊളന്ന് എടുത്ത് വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് എണ്ണയ്ക്കകത്ത് വഴറ്റിയെടുക്കാം. ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കടുകൊക്കെ ഇട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കാം. കോവയ്ക്ക ഇത് ഒരു 5-10 എടുത്തിട്ടുണ്ട് കോവയ്ക്ക. എണ്ണയ്ക്കകത്തൊന്ന് വാട്ടിയെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു സവോള അരിഞ്ഞതാണ്, അതും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വാട്ടി എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ മീൻ കറി വെക്കുന്ന പോലെ തേങ്ങയും മുളകും അരച്ചിട്ട് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കും. മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ കോവയ്ക്ക നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നല്ലോണം വെന്തിട്ടുണ്ട് കോവയ്ക്ക. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ 2-3 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുത്തോണേ. 2 പച്ചമുളക്, ഒരു മാങ്ങ, നല്ല പുളിയുള്ള മാങ്ങയാണ്. ഈ മാങ്ങയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് മൂടി വെക്കാം. എന്നിട്ട് ഈ സമയത്ത് വേകുന്ന സമയത്ത് നമുക്ക് തേങ്ങ അരയ്ക്കാനായിട്ട് എടുക്കാം. നമുക്ക് തേങ്ങയുടെ കൂടെ മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾ പൊടി, ഒരു 2-3 ചുമന്നുള്ളിയും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചിട്ടുള്ളത്. നമ്മുടെ കോവയ്ക്കയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് അരച്ച് കൊണ്ടുവന്ന നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാവേ. അപ്പോഴത്തേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം നീട്ടി കൊടുക്കാം. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തലിഞ്ഞ് പോയി. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തിളച്ചിട്ട് എണ്ണ തെളിയുന്ന വരെ നമുക്ക് അടുപ്പത്ത് വെക്കാം. കടുക് ഇടുകയാണ്. കടുക് ഇന്ന് അമ്പൂസിൻ്റെ കറിയാണ്, പാവയ്ക്ക കറി. പാവയ്ക്ക പിന്നെ കയ്പില്ലാത്ത പാവയ്ക്ക കൂട്ടാൻ ഉണ്ടാക്കുകയാണ് അമ്പൂസ്. ഇട്ടോ കുറച്ച് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഭയങ്കര തൃപ്തിയാണ്. ഞാൻ അടുത്ത എന്ത് ചെയ്യണ്ടേ? കുറച്ച് ഉള്ളി ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഉള്ളി എടുത്ത് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടെ കുറച്ച് ഒരു ബാക്കിയും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. തവി എടുത്തതാ, ഇവിടെ തവി പോലും എടുക്കാതെ വീട് എടുക്കുന്ന അറിയാവോ? ഇപ്പൊ തവി എടുക്കണം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കൂട്ടണോ തീ കൂട്ടണോ? ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. ഒരു പാവയ്ക്ക കൂടെ ഇട്ടു. അമ്പൂസിന് പാവയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പാവയ്ക്ക ഇഷ്ടം പോലെ അമ്പൂസിന് കറി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് മൂടി വെച്ച് കൊടുക്കാം. നന്നായിട്ട് വേകണം. ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേകണം. നമ്മൾ നന്നായിട്ട് മൂടി വെച്ചത് മൂടി വെച്ച് കൊടുക്കണം. ഇനി നന്നായിട്ട് വെന്തെടുത്തിട്ട് നമുക്ക് അടുത്ത് കാണാം. 2-3 തക്കാളി ഇട്ട് കൊടുക്കാവേ.
2-3 തക്കാളിയും പച്ചമുളകും അതിനകത്തിട്ട് കൊടുക്കാം. ഇവിടെ പാവയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഈ പൊടി ചേർത്ത് കൊടുക്കും. ഇത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ കറിയിലേക്ക് പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ച് കൊടുക്കാതെ. പുളി ഇച്ചിരി കൂടുതൽ നിൽക്കുന്നത് നല്ലതാണ്. പുളി നന്നായിട്ട് ഈ സമയത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. ഉപ്പും പുളിയൊക്കെ സമത്തിനായിരിക്കണം. എന്നിട്ട് പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ശർക്കര ഉരുക്കി അരിച്ച് ഫ്രിഡ്ജ് വെച്ചിരുന്നതാണ്. ഈ ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുക. ശർക്കര ഇച്ചിരി മുന്നിൽ നിൽക്കണം. ഈ സമയത്ത് നമ്മൾ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് നോക്കി എല്ലാം നല്ലപോലെ മുന്നിൽ നിൽക്കണം. ഉപ്പും പുളിയും എല്ലാം എരിവും എല്ലാം നല്ല ഇതായിട്ട് സമത്തിന് നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കറി. കയ്പൊന്നും കാണത്തില്ല പാവയ്ക്കയ്ക്ക്. നല്ല മധുരവും എരിവും ഉപ്പും എല്ലാം ഒരേപോലെ വരും. നമുക്കിത് കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞിട്ട് ഇറക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ട് മൂടി. നമ്മുടെ ഇന്നത്തെ കറി നോമ്പ് കറി റെഡിയായിട്ടുണ്ട് കേട്ടോ. ചോറിൻ്റെ കൂടെ എടുക്കുകയാണ്. നമ്മുടെ പാവയ്ക്ക കറി നല്ല ഉപ്പും പുളിയും എല്ലാം ഉണ്ട്. നല്ല പരുവത്തിനായിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ മീൻകറി, മീനില്ലാത്ത മീൻകറി. ഒരു മീൻ മതിയാ? 2 മീൻ ഇടുന്നതാണ്.